Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ദി ഒഡീസി എന്ന എപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ദി ഇലിയഡിൻ്റെ ബാക്കിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഒഡീസിയസ് എന്ന് പറയുന്ന കഥാപാത്രം സ്വന്തം നാടായിട്ടുള്ള ഇത്താക്കയിലേക്ക് നടത്തുന്ന യാത്രയാണ് നമുക്ക് ഈ ഒഡീസിയിലെ കഥയായിട്ട് വരുന്നത്. ഇവർ കടലിലൂടെ കപ്പൽ മാർഗമാണ് ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘമായിട്ടുള്ള കപ്പൽ യാത്രയ്ക്കിടയിൽ ഇവർക്ക് പലയിടത്തും നിർത്തേണ്ടി വരും. കാരണം ഇവർക്ക് യാത്രയ്ക്ക് ഉടനീളം ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊന്നും അവിടെ ശേഖരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പല ദ്വീപുകളിലും നിർത്തിക്കൊണ്ടാണ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇവർ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും വെല്ലുവിളികളൊക്കെയാണ് നമ്മൾ ഈ ഒഡീസിയിലെ പ്രധാനമായിട്ട് കഥയായിട്ട് കാണുന്നത്. നമ്മളിവിടെ അതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Odysseus' adventures after the Trojan War. Odysseus faces the Cyclops Polyphemus, blinds him to escape. ആദ്യം തന്നെ ഇവർക്കുണ്ടാവുന്ന അനുഭവം ഈ സൈക്ലോപ്സ് പോളിഫമസ് എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഇവരിങ്ങനെ കപ്പലിൽ വരുന്ന സമയത്ത് ഒരു ദ്വീപ് കാണുന്നു. ആ ദ്വീപിനകത്ത് അവർ നിർത്താൻ തീരുമാനിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. വിജനമായിട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഇവർ കാണുന്നത്. അവരിങ്ങനെ അവിടെ നടന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു ഗുഹ കണ്ടുപിടിക്കുന്നത്. ആ ഗുഹയ്ക്കകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഭക്ഷണവും അതുപോലെ തന്നെ ഈ ആട്ടും കൂട്ടൊക്കെ അവർ കാണുകയാണ്. ഇവർ സ്വാഭാവികമായിട്ടും കപ്പലിൽ ഇങ്ങനെ വിശന്ന് തളർന്നു വരുന്ന ആളുകൾ ഇങ്ങനെ ഒരുപാട് ഭക്ഷണമൊക്കെ കാണുമ്പോൾ അത് എടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അവരത് എടുക്കുന്ന സമയത്താണ് ആ ഗുഹയുടെ ഉടമസ്ഥനായിട്ടുള്ള ഈ പോളിഫമസ് അവിടേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും പോളിഫമസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് എൻ്റെ ഗുഹയിൽ കയറിയത്, ആരാണ് എൻ്റെ സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒഡീസിയസ് പറയുന്നത് എൻ്റെ പേര് നോബഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഈ വാക്ക് തർക്കത്തിന് ശേഷം ഏറ്റുമുട്ടലാവുന്നു. അങ്ങനെ ഈ പോളിഫമസിൻ്റെ കണ്ണിന് പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഒഡീസിയസും കൂട്ടരും രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ പരിക്കേറ്റിട്ടുള്ള പോളിഫമസ് ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നോബഡി ഈസ് അറ്റാക്കിങ് മീ, നോബഡി ഈസ് അറ്റാക്കിങ് മീ എന്നാണ്. കാരണം ഒഡീസിയസ് സ്വന്തം പേര് നോബഡി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നോബഡി ഈസ് അറ്റാക്കിങ് മീ എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായത്തിന് വേണ്ടി വരും. അങ്ങനെ ഇയാളെ പറ്റിച്ചുകൊണ്ടാണ് അവരവിടുന്ന് രക്ഷപ്പെടുന്നത്. അതിനുശേഷം എൻകൗണ്ടർ വിത്ത് ദി എൻചാൻട്രസ് സിർസെ ഹു ടേൺസ് ഹിസ് മെൻ ഇൻ ടു സ്വൈൻ. അടുത്തൊരു ദ്വീപിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു എൻചാൻട്രസ്, ഒരു മന്ത്രവാദിനിയാണുള്ളത്, സിർസെ എന്നുള്ള പേരിൽ. അവർ ഈ ഒഡീസിയസിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പന്നിക്കൂട്ടങ്ങളാക്കി മാറ്റുന്നു. ഒഡീസിയസ് എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് തിരിച്ച് വീണ്ടും മനുഷ്യരാക്കാൻ വേണ്ടി സമ്മതിപ്പിക്കുകയാണ്. കാരണം ഒഡീസിയസ് ഒരു സാധാരണ മനുഷ്യനല്ല, വളരെ ധീരനും ബുദ്ധിമാനുമായിട്ടുള്ളൊരു രാജാവാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇയാളുടെ കൂടെയുള്ള ആളുകളെയൊക്കെ തിരിച്ച് മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്രവാദിനി സമ്മതിക്കുന്നു. അങ്ങനെ ഒരു വർഷം അവർ ആ മന്ത്രവാദിനിയുടെ ദ്വീപിൽ താമസിച്ചതിന് ശേഷമാണ് തിരിച്ച് അവരുടെ യാത്ര ആരംഭിക്കുന്നത്. ജേണി ടു ദ ലാൻഡ് ഓഫ് ദ ഡെഡ് ടു കൺസൾട്ട് വിത്ത് ടെറേസിയാസ്. അപ്പോൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഇത്ര 1-2 സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾ ലാൻഡ് ഓഫ് ദ ഡെഡ് അല്ലെങ്കിൽ അണ്ടർ വേൾഡിൽ പോയിട്ട് ടെറേസിയാസ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഈ പ്രവചനങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ യാത്രയുടെ ഒരു ഗതി എന്താവും എന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കണ്ണിന് പരിക്കേൽപ്പിച്ച് വിട്ടിട്ടുള്ള പോളിഫമസ് എന്ന് പറയുന്നത് പൊസൈഡോൺ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനെ പരിക്കേൽപ്പിച്ചത് കാരണം കൊണ്ട് ആ ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്കുണ്ട്. അപ്പോൾ യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പോൾ ആ ദൈവത്തിന് പ്രീതിപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രവചനത്തിൽ നിന്ന് ഒഡീസിയസ് മനസ്സിലാക്കുന്നു. ടെലിമാക്കസ് സെർച്ച് ഫോർ ഹിസ് ഫാദർ. അങ്ങനെ ഒഡീസിയസ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒഡീസിയസിൻ്റെ കുടുംബം സ്വാഭാവികമായിട്ടും യുദ്ധം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ആൾ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക അവർക്കുണ്ട്. അങ്ങനെ ഈ ഒഡീസിയസിൻ്റെ പുത്രനായിട്ടുള്ള ടെലിമാക്കസ് പിതാവിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അതിന് വേറെയും ഒരു കാരണമുണ്ട്. ഒഡീസിയസ് ഇത്രയും കാലമായിട്ട് വരാത്ത കാരണം കൊണ്ട് ഇനി പല ആളുകളും ഒഡീസിയസിന് വരുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുകയും അങ്ങനെ ഒഡീസിയസിൻ്റെ വൈഫായിട്ടുള്ള പെനലോപ്പിൻ്റെ അടുത്ത് വിവാഹാഭ്യർത്ഥനകൾ നടത്താൻ ആരംഭിക്കുകയും അങ്ങനെ അതൊരു ശല്യമായിട്ടൊക്കെ തീരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വരുന്നൊരു സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും രാജാവാണ്, രാജാവിന് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ആളുകൾ അധികാരം കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ടെലിമാക്കസ് പിതാവിനെ അന്വേഷിച്ചിട്ട് ഇറങ്ങുന്നത്. ടെലിമാക്കസ് സീക്സ് ന്യൂസ് ഓഫ് ഒഡീസിയസ്, വിസിറ്റ്സ് പൈലോസ് ആൻഡ് സ്പാർട്ട. അങ്ങനെ പല ആളുകളെയും ടെലിമാക്കസ് പോയി കണ്ടിട്ട് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്.
ലേൺസ് ഫ്രം നെസ്റ്റർ ആൻഡ് മെനലൂസ് അബൌട്ട് ഹിസ് ഫാദേഴ്സ് ഫേറ്റ്. അങ്ങനെ രണ്ടു പേരിൽ നിന്ന് അയാൾക്ക് വിവരം ലഭിക്കുന്നു. അങ്ങനെ ഇയാളുടെ പിതാവ് ഈ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് എത്താൻ കഴിയാത്തെന്നുള്ള വിവരം അയാൾക്ക് ലഭിക്കുന്നു. ഒഡീസിയസ് വിത്ത് കാലിപ്സോ ഓൺ ഒഗീജിയ. ഇനി ഒഡീസിയസ് അടുത്തതായിട്ട് നേരിടുന്ന സംഭവം കാലിപ്സോ എന്ന് പറയുന്ന ഒരു ദേവതയുമായിട്ടുണ്ടാവുന്ന ഒരു എൻകൗണ്ടറാണ്. ഒഡീസിയസ് സ്റ്റാൻഡഡ് ഓൺ ഒഗീജിയ ആഫ്റ്റർ ദ ട്രോജൻ വാർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോയി പിന്നീട് ഇവരെത്തുന്നത് ഒഗീജിയ എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. അവിടെ കാലിപ്സോ എന്ന് പറയുന്ന ഒരു ദേവതയാണുള്ളത്. ക്യാപ്റ്റീവ് ടു ദ നിംഫ് കലിപ്സോ ലോങ്ങിങ് ടു റിട്ടേൺ ഹോം. ഈ കലിപ്സോ എന്ന് പറയുന്ന ദേവതയ്ക്ക് ഒഡീസിയസിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. വളരെ ധീരനും ശക്തനും അതുപോലെ തന്നെ ബുദ്ധിമാനൊക്കെ ആയിട്ടുള്ള രാജാവാണ്. അപ്പോൾ കലിപ്സോ ഒഡീസിയസിനോട് പറയുന്നത് അയാളെ ഹസ്ബൻഡായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്നാണ്. അതിന് പകരമായിട്ട് കലിപ്സോ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം അവർ ദേവതയാണ്. ഈ ഒഡീസിയസിന് നിത്യ യൗവനം, അതുപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റി, ജീവിതത്തിലുടനീളം യുവാവായിക്കൊണ്ടിരിക്കും, പിന്നെ ഒരിക്കലും മരിക്കില്ല തുടങ്ങിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് ഈ ദേവത ഒഡീസിയസിന് കൊടുക്കുന്നത് അയാളെ ഭർത്താവായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഒഡീസിയസ് അതെല്ലാം നിരസിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 7 വർഷം ഒഡീസിയസ് ഈ കലിപ്സോയുടെ ഈ ദ്വീപിനകത്ത് അവിടെ നിന്ന് പോരാൻ പറ്റാതെ അവിടെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അവസാനം ഈ മറ്റ് ദൈവങ്ങളെ ഇടപെട്ടുകൊണ്ടാണ് ഈ കാലിപ്സോയുടെ അടുത്ത് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി സമ്മതിക്കുന്നത്. ഒഡീസിയസ് ജേർണി ടു ഷെരിയ. ഷിപ്രക്ഡ് ഒഡീസിയസ് റീച്ചസ് ഷെരിയ മീറ്റ്സ് പ്രിൻസസ് നൗസിക്ക. അതിനുശേഷം ഇയാളുടെ യാത്രയിൽ കപ്പൽ തകർന്നു പോവുകയും മറ്റൊരു ദ്വീപിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഗൈഡഡ് ടു ദ പാലസ് ഓഫ് കിങ് ആൽസിനസ് ആൻഡ് ക്യൂൻ അരേറ്റ്. അതിനുശേഷം അവിടുത്തെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഇവർ യാത്ര പുനരാരംഭിക്കുന്നത്. ഒഡീസിയസ് സ്റ്റോറി ടെല്ലിംഗ് ടു ദ ഫീഷ്യൻസ്. ഇനി അടുത്ത പ്രധാനമായിട്ടുള്ള സംഭവം ഒഡീസിയസ് ഈ യാത്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഒഡീസിയസ് റീകൗണ്ട്സ് ഹിസ് അഡ്വഞ്ചേഴ്സ് ടു ദ ഫീഷ്യൻസ്, നരേറ്റ്സ് ഹിസ് എൻകൗണ്ടേഴ്സ് വിത്ത് ലോട്ടസ് ഈറ്റേഴ്സ്. അതിൽ പറയുന്ന സംഭവങ്ങൾ ഒന്ന് ലോട്ടസ് ഈറ്റേഴ്സ് ആണ്. അത് ഇതുപോലൊരു ദ്വീപിൽ ചെല്ലുന്ന സമയത്ത് അവിടെ താമര പോലുള്ള കുറേ പൂക്കൾ ഇവർ കാണുന്നുണ്ട്. ആ പൂക്കൾ ഇവർ എടുത്ത് കഴിച്ചു നോക്കുന്ന സമയത്ത് അത് ഈ ഒപ്പിയം, കറുപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലഹരി പദാർത്ഥമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലഹരിയിൽ മയങ്ങിയിട്ട് അവരങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയുന്നത്, ഇനിയിപ്പോൾ എന്തിനാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്, ഇതും കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന പോലെ നല്ല രസമുണ്ടല്ലോ എന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഒഡീസിയസിനെ ഇവരെ ഉന്തിത്തള്ളി പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് അവിടുന്ന് തിരിച്ച് യാത്ര ആരംഭിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് പറയുന്നത് സൈറൻസ്. സൈറൻസ് എന്ന് പറയുന്നത് മോൺസ്റ്റേഴ്സ് ആണ്. അതിങ്ങനെ യാത്രയിൽ ഒരു വശത്ത് വളരെ ആകർഷണീയമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സൈറൻസിൻ്റെ സവിശേഷത. ആ ശബ്ദങ്ങളിൽ ആകർഷകരായിട്ട് കപ്പലിലുള്ളവർ അവരുടെ അടുത്തേക്ക് പോവും. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒഡീസിയസ് ചെയ്യുന്നത് ഈ നാവികരുടെ എല്ലാം ചെവി അടച്ചു വയ്ക്കുകയാണ്. തുണിയും പഞ്ഞയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഇവരുടെ ചെവി അടച്ചുകൊണ്ടാണ് ആ ഒരു പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുന്നത്. ഒഡീസിയസിനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഇത്രയും പ്രശസ്തമായിട്ടുള്ള ശബ്ദം എന്താണെന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇയാൾ സ്വയം ഈ കപ്പലിൽ തന്നെ കെട്ടിപ്പൂട്ടി ബന്ധിച്ചു വെച്ചുകൊണ്ട് അയാൾ മാത്രം ചെവി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെട്ടിപ്പൂട്ടി വെച്ച കാരണം കൊണ്ട് ശബ്ദം കേട്ടാലും പോകാൻ തോന്നിയാലും പോകാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി കൂടി അവർ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നീടാണ് ഡേഞ്ചേഴ്സ് ഓഫ് സ്കില്ല ആൻഡ് ചാർബിഡ്സ് ഉണ്ടാവുന്നത്. ചാർബിഡ്സും സ്കില്ല എന്ന് പറയുന്നത് ഏറെക്കുറെ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇങ്ങനെ കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ഒന്ന് സ്കില്ല എന്ന് പറയുന്ന ഒരു കടൽ ഭൂതം, അങ്ങനെ ഒരുപാട് തലകളൊക്കെയുള്ള ഒരു കടൽ ഭൂതം അവരുടെ മുന്നിൽ വരുന്നു. അപ്പുറത്ത് ഈ ചാർബിഡ്സ് എന്ന് പറയുന്നത് ഒരു ചുഴിയാണ്, വലിയൊരു കടൽ ചുഴിയാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അടുത്ത് കൂടെ പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഈ ഒഡീസിയസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് ഈ ചുഴി ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂതത്തിൻ്റെ അടുത്ത് കൂടെ പോകാനാണ് ഇയാൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഭൂതത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചുഴിയിൽ പോവുകയാണെങ്കിൽ എല്ലാവരും മരിച്ചിരുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ട് മെച്ചപ്പെട്ട സാഹചര്യം എന്നുള്ള നിലയ്ക്ക് അവരതും അതിജീവിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ടെലിമാക്കസ് റിട്ടേൺ ടു ഇത്താക്ക.
അങ്ങനെ ഒഡീസിയസ് ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഇത്താക്കയിലേക്ക് തിരിച്ചെത്തുന്നു. ഇയാളെ അന്വേഷിച്ചു പോയിട്ടുള്ള ഇയാളുടെ മകൻ ടെലിമാക്കസും ഇവിടേക്ക് തിരിച്ചെത്തുകയാണ്. ടെലിമാക്കസ് റിട്ടേൺസ് ടു ഇത്താക്ക മീറ്റിംഗ് ഹിസ് ഫാദർ ഇൻ ഡിസ്ഗൈസ്. അങ്ങനെ ഇവർ രഹസ്യമായിട്ട് അച്ഛനും മകനും കണ്ടുമുട്ടാണ്. എന്തിനാണ് രഹസ്യമായിട്ട് കണ്ടുമുട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് ഇത്രയും കാലമൊക്കെ നാട്ടിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജാവിൻ്റെ അധികാരവും കൊട്ടാരമൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അപകട സാഹചര്യം അവിടെ ഉണ്ട്. അതിനെ അതിജീവിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ഇവരിങ്ങനെ രഹസ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. പ്ലാൻസ് വിത്ത് ഒഡീസിയസ് ടു കൺഫ്രണ്ട് ദ സ്യൂട്ടേഴ്സ് ഇൻ ദർ പാലസ്. ഇനി സ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാളുടെ അധികാരവും അതുപോലെ തന്നെ കൊട്ടാരവും കൂടാതെ തന്നെ ഇയാളുടെ വൈഫ് പെനലോപ്പിൻ്റെ അടുത്ത് വിവാഹാഭ്യർത്ഥന നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് ഇവർ തയ്യാറാക്കുന്നത്. The battle against the suitors begins. Odysseus, disguised as a beggar, assesses the situation in his palace. ഒഡീസിയസ് ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു ബെഗ്ഗറിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഫാദർ ആൻഡ് സൺ റിവീൽ ദർ ട്രൂ ഐഡൻറ്റിറ്റീസ് ആൻഡ് ഇനീഷ്യേറ്റ് ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് സ്യൂട്ടേഴ്സ്. എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ അച്ഛനും മകനും അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതിന് ശേഷം ഈ യുദ്ധം ആരംഭിക്കുന്നത്. റെവലേഷൻ ഓഫ് ഒഡീസിയസ് ട്രൂ ഐഡൻറ്റിറ്റി. അങ്ങനെ ഒഡീസിയസ് വന്നിട്ട് ഞാൻ ഒഡീസിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം ഇയാളൊരു ഭിക്ഷക്കാരൻ്റെ വേഷം കിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ 20 വർഷത്തിന് ശേഷമാണ് ഇയാൾ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ഒഡീസിയസ് ആണെന്ന് തെളിയിക്കണം. അങ്ങനെയാണ് ഒഡീസിയസിൻ്റെ ബോ ആൻഡ് ആരോ കോൺടെസ്റ്റ് റിവീൽസ് ഹിംസെൽഫ്. ഒഡീസിയസിൻ്റെ വൈഫായിട്ടുള്ള പെനലോപ്പാണ് ഇങ്ങനൊരു പ്ലാൻ അവിടെ നടത്തുന്നത്. ഒരു അമ്പെയ്ത്ത് മത്സരമാണ്. അത് വളരെ കഴിവുള്ള ഒരു യോദ്ധാവിന് മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു മത്സരം, ഒഡീസിയസിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മത്സരം അവിടെ വെച്ചിട്ട് മറ്റുള്ളവരെല്ലാവരും പരാജയപ്പെടുന്നു. ഈ ഭിക്ഷക്കാരൻ്റെ വേഷം ധരിച്ചു വന്നിട്ടുള്ള ഒഡീസിയസ് അതിൽ വിജയിക്കുമ്പോഴാണ് ഒഡീസിയസ് തന്നെയാണ് അതെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാവുന്നത്. ബിഗിൻസ് ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് ദ സ്യൂട്ടേഴ്സ് അസിസ്റ്റഡ് ബൈ ടെലിമാക്കസ് ആൻഡ് ലോയൽ അലൈസ്. അങ്ങനെ ഈ പുത്രൻ്റെയും മറ്റ് അനുയായികളുടെയും സഹായത്തോട് കൂടിയിട്ട് ഇയാളുടെ അധികാരവും കൊട്ടാരമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകളോടുള്ള യുദ്ധം ആരംഭിക്കുന്നു. ദ ഡിഫീറ്റ് ഓഫ് ദ സ്യൂട്ടേഴ്സ്. ഇൻറ്റൻസ് ബാറ്റിൽ എൻസ്യൂസ്. സ്യൂട്ടേഴ്സ് ആർ ഡിഫീറ്റഡ് ബൈ ഒഡീസിയസ്, ടെലിമാക്കസ് ആൻഡ് ലോയൽ സർവൻസ്. അങ്ങനെ ആ യുദ്ധത്തിൽ ഒഡീസിയസ് ഇവരെല്ലാം പരാജയപ്പെടുത്തുന്നു. ദ പാലസ് ഈസ് റീക്ലെയിംഡ്, റീസ്റ്റോറിംഗ് ഓർഡർ ഇൻ ഇത്താക്ക. അങ്ങനെ 20 വർഷത്തിന് ശേഷം ഇയാൾ തിരിച്ചെത്തിയിട്ട് ആ കൊട്ടാരം തിരിച്ചെടുത്ത് അവിടുത്തെ അധികാരമൊക്കെ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒഡീസിയുടെ അവസാനം നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് ഒട്ടേറെ പ്രതിബന്ധങ്ങൾ തൻ്റെ മുന്നിൽ വന്നിട്ടും അതുപോലെ തന്നെ പ്രലോഭനങ്ങൾ നമ്മൾ കണ്ടു. ഇയാൾക്ക് നിത്യയൗവനവും മറ്റുമൊക്കെ ഓഫർ ചെയ്തിട്ട് ഇയാളെ ഭർത്താവായി സ്വീകരിക്കുന്ന ഒരു ദേവത വന്നപ്പോൾ പോലും ഇയാൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രലോഭനങ്ങളും വന്നാലും അതിലൊന്നും കീഴടങ്ങാതെ തൻ്റെ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീമാണ്, സന്ദേശമാണ് നമുക്ക് ഒഡീസിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളിതിൻ്റെ നോട്ട്സ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് ഇനിയും എപ്പിക്സ് ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് എല്ലാം കവർ ചെയ്തതിന് ശേഷം എല്ലാ എപ്പിക്കുകളുടെയും കൂടിയിട്ട് നോട്ട്സ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.